എത്ര മനോഹരവും വിജയപ്രദവുമായ നല്ല കാര്യങ്ങൾ ജീവിത പുരോഗതിക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകുമ്പോഴും നമ്മളുടെ 100% ഫലം കാണേണ്ടതായ നല്ല യത്നങ്ങളെ അത് വല്ലാതെ അങ്ങ് തകർത്ത് കളയുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒപ്പം ഒരു നിഴല് പോലെ സഞ്ചരിക്കുന്ന ചില തകർച്ചയുടെ ശക്തികൾ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മളെ പിന്തുടരുന്ന വല്ലാത്ത ചില ശാപങ്ങൾ, ഇതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ നിത്യസംഭവമായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്താലും ഞാൻ ജയിക്കുന്നില്ല, ഞാൻ എത്ര പരിശ്രമിച്ചിട്ട് ഉയരുന്നില്ല, ഞാൻ ഏതിൽ കൈവച്ചാലും എനിക്ക് പരാജയമാണല്ലോ ദൈവമേ, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത വേദന നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാവും. ഏതൊക്കെയോ വഴികളിൽ നമ്മുടെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ കാലത്തോ ഒക്കെ ആരംഭിച്ച ചില വല്ലാത്ത ദോഷത്തിൻ്റെ ചില പരിണിത ഫലങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തെയും വേട്ടയാടുന്നതിന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഇരകളായിരിക്കാം, സാക്ഷികളായിരിക്കാം. അങ്ങനെ പിന്തുടരുന്ന വല്ലാത്ത സാഹചര്യങ്ങളെ തകർത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ 100% ഉയർച്ച പ്രാപിപ്പാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വേദനാ നിർഭരമായ വല്ലാത്ത സാഹചര്യങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ശുശ്രൂഷാ ജീവിതകാലത്തിൽ കാണുകയും അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ തിരുവഴുത്തിൽ അവർക്കുള്ളതായ പരിഹാര രഹസ്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു വരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, 100 പേർക്ക് കൊടുക്കാനുള്ളതായ ആഹാരം നിങ്ങളുടെ കലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ അടിയിലെ അഗ്നി കത്തിയാൽ മാത്രമേ അതിൽ കിടക്കുന്ന അരി വെന്ത് പാകമാകുകയുള്ളൂ, ചോറാകുകയുള്ളൂ. പക്ഷേ ഈ തീ കത്തിക്കാൻ തുടങ്ങുമ്പോൾ ആരോ വെള്ളമൊഴിച്ചിട്ട് കെടുത്തിക്കളഞ്ഞതുപോലെ തീ ഇങ്ങനെ കത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കത്തുന്നുമുണ്ട്, പക്ഷേ അരി വേഗത്തക്ക നിലയിൽ അഗ്നി ആളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ലാത്തൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിതസ്ഥിതിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്ത് കടന്നില്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ പാഴായി പോവുകയുള്ളൂ, നമുക്ക് ഉയർച്ച പ്രാപിപ്പാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വിജയകരമായ ഉയർച്ചയ്ക്ക് വേണ്ടതായ എല്ലാവിധ ക്രമീകരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിക്കണം. അധ്വാന മേഖലയിൽ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഒരു പൊസിഷനിലെത്താൻ കഴിയാത്ത ആൾക്കാർ, വിവാഹം കഴിഞ്ഞിട്ടും കാലങ്ങളായിട്ട് ഒരു തലമുറയുടെ സന്തോഷത്തിലേക്ക് ഇതുവരെയും പ്രവേശിപ്പാൻ വയ്യാതെ പോകുന്ന വ്യക്തികൾ, ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായിട്ട് രോഗപരമ്പരകൾ കയറി വരുന്നവർ, ഏതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അതൊക്കെയും പൂർത്തീകരിപ്പാൻ കഴിയാതെ എന്നും ഇങ്ങനെ ധനനഷ്ടം മാത്രം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവകൃപയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടും ആത്മീക ജീവിതത്തിൽ വേണ്ട വിധത്തിൽ ഫലം കായ്പാൻ കഴിയാതെ സ്വന്തം ലൈഫിൽ പോരാടുന്ന സാത്താനി എതിരുകളെ ജയിക്കത്തക്ക നിലയിൽ ആത്മനിറവ് പ്രാപിപ്പാൻ കഴിയാതെ മുരടിച്ചു പോകുന്നവർ, പ്രിയപ്പെട്ടവരെ, എല്ലാം ഉണ്ടെങ്കിൽ പോലും ജീവിതം ഇന്നും ഒരർത്ഥത്തിൽ പോലും സന്തോഷിപ്പാൻ തക്കവിധം ഒന്നും തിരിച്ചു തരാതെ നിരന്തരമായ വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒരു അരങ്ങായി മാത്രം തീരുന്നവർ, ഇങ്ങനെയുള്ള വല്ലാത്ത ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഇന്നെൻ്റെ വാക്കൊന്ന് കേൾക്കണമേ. കാരണം ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളുടെ വിടുതലിനു വേണ്ടി കർത്താവ് ഒരുക്കുന്നതാണ്. മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹനിധികളെ, കർത്താവിൻ്റെ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, എൻ്റെ ഇന്നത്തെ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതലിൻ്റെ ശബ്ദമാണ്. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ രക്ഷകന് കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. നമ്മളുടെ ഇത്തരം ജീവിത അവസ്ഥകളിൽ നമുക്ക് വിജയം പ്രാപിപ്പാൻ വേണ്ടി നമ്മൾക്ക് വേണ്ടി അനുകൂലമായി നിന്ന് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. ഇന്നലത്തെ പ്രവചനദൂത് കേട്ടിട്ടില്ലാത്തവർ ഒന്ന് കേൾക്കണമേ. കാരണം ഇന്നലെ ദൈവാത്മാവ് നൽകിയ ആലോചനയുടെ ഒരു ബി പാർട്ട് എന്ന നില, ഇത് ഇൻ്റർലി ഡിഫറെൻ്റ് ആണ് ഈ മെസ്സേജ്, എങ്കിൽ തന്നെയും അതുമായി ഒരു വിധത്തിൽ ചേർന്ന് നിൽക്കുന്നൊരു ദൂതാണിത്. സ്വർഗത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സാത്താൻ ചെന്ന് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയത്തൊക്കെയും ദുഷ്ടനെ ദൈവം കൃത്യമാവിധ കൈകാര്യം ചെയ്യുന്നതും വേദപുസ്തകം നമ്മളെ വരച്ച് കാണിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായിരുന്ന മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിൽ പുരണ്ട അഴുക്ക് നിമിത്തം ദൈവത്തിൻ്റെ ദാസനായ യോശുവയ്ക്കെതിരെ നിന്ന് പോരാടുന്ന പിശാചിനെ ദൈവം തന്നെ നേരിട്ട് ഭത്സിക്കുന്ന ഒരു വിശാലമായിരിക്കുന്ന കാഴ്ച നമുക്ക് സെഖരിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നുണ്ട്.
അവിടെ പിശാചിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിൻ്റെ നേരെയും ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രതികരിപ്പാൻ ആരുമില്ലെന്നുള്ള ചിന്തയുടെ മുമ്പിൽ ഉത്തരം നൽകുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ആ ശുശ്രൂഷയുടെ അല്പം കൂടെ തീവ്രമായൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ്റെ വസ്ത്രം ധരിച്ച് നമുക്ക് വേണ്ടി ഒരു വക്കീലിനെ പോലെ നമ്മുടെ പക്ഷത്ത് നിന്ന് വാദിക്കുന്ന, പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് വേണ്ടി അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു തരുന്ന, ശ്രേഷ്ഠതയുള്ള, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി തരുന്ന, നമുക്ക് ഗുണം വരുവാൻ തക്കവിധം നമുക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന ഏറ്റവും സവിശേഷമായൊരു ദൈവ പദ്ധതിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവെഴുത്താണ് ഈ രഹസ്യത്തിൻ്റെ ഏട് നമുക്ക് തുറന്നു തരുന്നത്. ആ വചനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിലെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികിലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നോക്കൂ, പുണ്യാഹമായിരിക്കുന്ന യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അടുക്കൽ നിങ്ങൾ നിൽക്കുന്നു. അപ്പോൾ തന്നെ പറയുന്നു, ഈ തിരുരക്തം നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും. എന്നിട്ട് ഒരു താരതമ്യം കൂടെ നടത്തുന്നു. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമാം വിധം എനിക്ക് വേണ്ടി യേശുവിൻ്റെ രക്തം സംസാരിക്കുമെന്ന് ബൈബിൾ അടിവരയിട്ടിട്ട് എനിക്ക് ഉറപ്പ് തരികയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഈ ദൂത് പറയുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ധൈര്യം അതാണ്. എൻ്റെ പക്ഷത്ത് എൻ്റെ പേര് പറഞ്ഞ് എനിക്ക് വേണ്ടി വാദിപ്പാൻ സ്വർഗത്തിൽ യേശുവിൻ്റെ രക്തമുണ്ട്. യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഒറിജിനൽ ബ്ലഡ് അത് സംസാരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. യേശുവിൻ്റെ രക്തം എങ്ങനെയാണോ ചൊരിയപ്പെടാൻ കാരണമായത് അത് കർത്താവായ യേശുവിൻ്റെ കാൽവറി മരണമാണ്. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പരിണിത ഫലം എനിക്ക് അനുകൂലമാം വിധം സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള കൃത്യമായ ഉറപ്പാണ് എനിക്കിത് നൽകുന്നത്. എൻ്റെ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൈകാലുകളിൽ ആണികളേറ്റതിനാൽ, എൻ്റെ ആരാധനായ കർത്താവിൻ്റെ ശിരസ്സിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ടതിനാൽ, എൻ്റെ പൊന്നുതമ്പുരാൻ്റെ കാലുകളിൽ ആണി തുറയ്ക്കപ്പെട്ടതിനാൽ, എൻ്റെ പൊന്നു യേശുവിൻ്റെ ശരീരം അടിച്ച് തകർക്കപ്പെട്ടതുകൊണ്ട്, ഒഴിവുചാല് പോലെ അവിടുത്തെ വിലാപ്പുറം കീറപ്പെട്ടതിനാൽ, മനുഷ്യരുടെ തുപ്പലേൽക്കുവാൻ ആ തിരുമുഖം സമർപ്പിക്കപ്പെട്ടതിനാൽ, കുത്തി തുരക്കപ്പെടുവാൻ ആ വിലാവും തിരുഹൃദയവും സമർപ്പിതമായിരുന്നതിനാൽ, അമ്മവെങ്ങന്മാരുടെ മുമ്പിൽ ഉടുതുണി പോലും ഇല്ലാതെ വണ്ണം അവഹേളിതനാകുവാൻ ആ തിരുശരീരം ഏൽപ്പിക്കപ്പെട്ടതിനാൽ, പാപഭാരത്തിൻ്റെ കുരിശുമായി ഈ പാപമണ്ണിൽ വീഴുവാൻ തക്കവിധം ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പാപഭാരം ചുമക്കുവാൻ ഇവിടെ വന്നതിനാൽ ഞാനിന്ന് സുരക്ഷിതനാണ്. കാരണം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ തിരുരക്തം വേണ്ടതെല്ലാം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം സ്വർഗത്തിൽ എനിക്ക് വേണ്ടിയുണ്ട്. യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുന്നു, ഗുണകരമായി സംസാരിക്കുന്നു. നീ എന്ത് ചെയ്താലും നീ നന്നാകില്ല എന്ന് നിങ്ങളെ നോക്കി ശപിക്കുകയും പ്രാകുകയും ചെയ്യുന്ന നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ ഗുരുക്കന്മാരോ ആരുമാകട്ടെ, വളരെ വേദനയോടുകൂടെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് പുറകിൽ എന്നെ വന്ന് കണ്ട ഒരു കുടുംബത്തിൻ്റെ സങ്കടം അവർ പറഞ്ഞു. അമ്മയെ നന്നായി നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു വല്ലാത്ത വാക്കാണ് അമ്മ പറയുന്നത്. പ്രായാധിക്യത്തിൽ എത്തിക്കിരിക്കുന്ന അമ്മ നടവാതിക്കൽ ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് അമ്മ പറയുന്ന ചില വാക്കുകൾ, നീ ഒന്നും ഗുണം പിടിക്കില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ്. പാസ്റ്ററെ, അത് കേട്ടിട്ട് ഇറങ്ങിയാൽ രക്ഷപ്പെടില്ല. ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ അവിടെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഇതിൽ വിടുതൽ വേണം. ഇപ്പം ഞാൻ അമ്മ മരിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ വാഗോണ്ടത് പറയില്ല. എനിക്കന്നേരം ആ കുടുംബത്തിൻ്റെ നന്മ മനസ്സിലായി. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ മനസ്സിനകത്തു നിന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ വല്ലാത്ത വാക്കുകളെ ബന്ധിച്ച് അതിനെ നന്മയുടെ പദങ്ങളാക്കി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. അമ്മയിലൂടെ നിങ്ങളുടെ നന്മയ്ക്ക് നേരെ ശബ്ദിക്കുന്നത് അമ്മയല്ല, അമ്മയിലൂടെ വ്യാപരിക്കുന്നൊരു പൈശാചിക ശക്തിയാണ്. ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിപ്പാൻ കഴിയും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എബ്രായർ 12:24 ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ തിരുവെഴുത്ത്. നിങ്ങൾക്ക് ദോഷകരമായി സംസാരിക്കുന്ന ഭൂമിയിലെ 1000 ശബ്ദങ്ങൾക്കിടയിൽ 10,000 ശബ്ദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അതെൻ്റെ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങളെ നശിപ്പിക്കുക, നിങ്ങളെ ഇല്ലായ്മപ്പെടുത്തുക എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആക്രോശിക്കുന്ന 100 കണക്കിന് പിശാചുക്കളുടെ ശബ്ദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പരിശുദ്ധമായ രക്തത്തിൻ്റെ സ്വരം ഇന്ന് രാവിലെ മുഴങ്ങുകയാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എൻ്റെ ദോഷത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന 10,000ങ്ങളുടെ നടുവിൽ എൻ്റെ അനുകൂലമായ ജീവിത വിജയത്തിനു വേണ്ടി സംസാരിക്കുന്നൊരു തിരുരക്തം എനിക്കുണ്ട്.
ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരിടം വരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ 1 മിനിറ്റത്തേക്ക് ഒന്ന് വരണം. നമ്മൾ പോകുന്നത് ഗബദ എന്ന പീലാത്തോസിൻ്റെ പ്രത്യേകത്തിൽ വരെയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വെറുതെ വിടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പീലാത്തോസ് എന്ന ഭരണാധികാരി. അയാൾ പൊതുജന താല്പര്യാർത്ഥം യേശുവിനെ അടിച്ചിട്ട് വിട്ടയപ്പാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. ആ സമയത്ത് ജനമെല്ലാം ഒരുമിച്ച് മുറവിളി കൂട്ടുകയാണ്, യേശുവിനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. ആരവാരവും അധികമാകുന്നതല്ലാതെ ഒന്നും സാധ്യമാകുന്നില്ല എന്ന് കണ്ടിട്ട് പൊതുജനം കാണുകെ കരങ്ങൾ കഴുകിക്കൊണ്ട് പീലാത്തോസ് പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. അന്നേരം അവർ വിളിച്ചു പറയാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്നുകൊള്ളട്ടെ. യേശുവിനെതിരായി നിന്ന് മുറവിളി കൂട്ടുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരുടെ ശബ്ദങ്ങളെ ഈ നിമിഷം ഒന്ന് കേൾക്കുക. അവിടെ യേശുവിന് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ല. ദൈവ മക്കളെ, ഇതുപോലെയുള്ളതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്ന് കരുതുക. ഒരു സമൂഹം മുഴുവൻ നമ്മളെ ക്രൂശിപ്പാൻ നിൽക്കുകയാണ്. ഒരു ദേശത്തുള്ള മുഴുവൻ പിശാചുക്കളും നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണെന്ന് കരുതുക. നമ്മളെ അറിയാവുന്നവരും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളെ സ്നേഹിക്കുന്നു കരുതുന്നവരും എല്ലാം നമ്മളെ ഒരു വല്ലാത്ത നിലയിൽ ടോർച്ചർ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണെന്ന് കരുതുക. ആരും നമുക്ക് അനുകൂലമായില്ല. അപ്പം തിന്ന പ്രാണസ്നേഹിതൻ പോലും എനിക്ക് നേരെ കുതികാരം ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ സ്നേഹിച്ചവരും കൂടെ നിന്നവരും പോലും ചതിയന്മാരുടെ വക്കിലേക്ക് മറിഞ്ഞു പോയതിൽ ഇപ്പോൾ നമ്മുടെ പാളയത്തിൽ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, വന്യമൃഗങ്ങളുടെ ഇടയിൽ വേട്ടമൃഗമാക്കപ്പെട്ടു പോയ, ഇരയാക്കപ്പെട്ടു പോയ ഒരു സാധുജീവിയെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തുണയോ തണലോ താങ്ങോ ആയ ആരുമില്ലാതെ പോകുന്ന ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ നീ ആയിരിക്കുമ്പോൾ, ആരുണ്ട് നിനക്ക് തണൽ? ആരുണ്ട് നിനക്ക് അഭയം? ആരുണ്ട് നിനക്ക് ആശ്രയം? ആരുണ്ട് നിനക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയാൻ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഈ വചനം ഇങ്ങ് ഇറങ്ങി വരികയാണ്. ഒരു ലോകം മുഴുവനെതിരായാലും, ഒരു ദേശം മുഴുവനെതിരായാലും, ഒരു നാടിൻ്റെ അന്ധകാര മണ്ഡലങ്ങൾ മുഴുവനും ഈ കുടുംബത്തിന് നേരെ, ഇവന് നേരെ എതിരായാലും ഞാൻ അനുകൂലമായിരിക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം ശബ്ദമുയർത്തുന്ന ഒരു മഹാസ്വരം ഞാൻ കേൾക്കുന്നു. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദമാണ്. കൈവിട്ട് കളയത്തില്ലെന്നുള്ള ഉറപ്പ്. ഈ ദുഷ്ടന്റെ ദുരാശകൾക്കിടയിൽ പിച്ച് ചിന്തപ്പെട്ടു കളയാൻ ഇനിയും കൊടുക്കാനൊരു ജന്മം ഇനി ഇല്ല എന്നും, ആയതിനാൽ കാൽവറിയിൽ ഒഴുകിയ രക്തം എന്ന് പറയാണ്, ഞാൻ ഒഴുകപ്പെട്ടത് ഇവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആകയാൽ ഇനിയും ഇദ്ദേഹം സുരക്ഷിതനായിരിക്കുമെന്ന നിലയിൽ എന്നെ വന്ന് പൊതിഞ്ഞു പിടിക്കുന്ന നിലയിൽ നമ്മളെ ആശ്ലേഷിച്ച് നമ്മളെ കവർ ചെയ്യുന്ന, നമ്മളെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു തിരുരക്തത്തിന്റെ ശബ്ദം ഇന്നത്തെ നിങ്ങളുടെ മേലുണ്ട്. എൻ്റെ തലമേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ സ്വരമുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ കാവലുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണമുണ്ട്. എൻ്റെ യാത്രകളുടെ മേൽ കാൽവറി രക്തത്തിൻ്റെ മുദ്രയുണ്ട്. എനിക്കതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഉറപ്പ്, എനിക്കുള്ള ധൈര്യം. ഞാൻ നിൽക്കുന്ന ഓരോ ശുശ്രൂഷാ മേഖലകളിലും, ഞാൻ കൈവെക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, എൻ്റെ മുമ്പിലെത്തുന്ന ഓരോ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ തിരുരക്തം എനിക്ക് താങ്ങാണ്, തണലാണ്, തുണയാണ്. നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണ് യേശുവിൻ്റെ രക്തം. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പതറിപ്പോകണ്ട. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ധൈര്യപ്പെടുക, ഇത് നിന്റെ വിടുതലിൻ്റെ സമയമാണ്. ഗുണകരമായ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണെന്ന് കർത്താവിൻ്റെ തിരുരക്തം. ഗുണം വരുന്ന വാക്കുകൾ, ഗുണം പിടിപ്പിക്കുന്ന വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും, നിനക്ക് നന്മയുണ്ടാകും, നിന്റെ ജീവിതം വിശാലതയിലേക്ക് എത്തും. ഈ പാലാ ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററുണ്ട്. അവിടെ തങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ, ഏകജാതയായൊരു മകളാണ് അവർക്കത്. ആ പൊന്നോമനെയും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നു. ആ കുഞ്ഞു വളരെ വേദനയോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, ആകെ പ്രശ്നമാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര പോരുകാരിയാണ്. ഈ ഒരു വിഷയം കാരണം ഞാൻ എൻ്റെ ഭാര്യയും കൊച്ചിനും കൊണ്ട് വീട് വിട്ടിങ്ങ് ഇറങ്ങിയതാണ്. നീ പോയാലും നീ രക്ഷപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട്. കൊച്ചിൻ്റെ കാര്യത്തിനകത്ത് വല്ലാത്ത വിഷമമാണെന്ന് പറഞ്ഞു. മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിന് പ്രയാസമാണെന്ന് കുഞ്ഞും പറഞ്ഞു. പരിഹരിക്കണ്ടേ? ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം കേട്ടോ. ഞാൻ ആ പൈതലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. 1000 ശബ്ദങ്ങൾ നിനക്കെതിരാണെങ്കിലും നിന്നെ ഉയർത്തുന്ന വാക്ക് പറയാനുള്ള ശക്തി എൻ്റെ നാക്കിനുണ്ട് മക്കളെ. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. പൈതലിൻ്റെ തലയിലേക്ക് കരം വെക്കാൻ മാതാപിതാക്കളോട് പറഞ്ഞു. അവർ കരം വെച്ചു. കുഞ്ഞിനോട് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞു. അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുക, അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നോ, അതല്ല. എനിക്കും കേൾക്കണം, കൊച്ചിനും കേൾക്കണം, നിങ്ങളുടെ ചെവിക്കും കേൾക്കണം.
വാ തുറന്ന് യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചതുപോലെ, മോശ ഇസ്രായേലിനെ അനുഗ്രഹിച്ചതുപോലെ, എൻ്റെ കർത്താവിൻ്റെ വായിൽ നിന്ന് ശിഷ്യന്മാർക്കുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയതുപോലെ നിങ്ങളുടെ വായിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ തലമുറയുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിപ്പാൻ പറഞ്ഞു. ബ്ലസ് ചെയ്യാൻ തുടങ്ങി. കൊച്ചവിടുന്ന് പോയി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. പാസ്റ്ററേ, ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറ. മോക്ക് കഴിഞ്ഞ ദിവസം അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ ശേഷം അവൾക്ക് എഴുതുന്ന പരീക്ഷയിലെല്ലാം അവൾക്ക് 90 എബോവ് മാർക്കുണ്ട്. വളരെ പ്രയാസപ്പെട്ടിരുന്ന വിഷയങ്ങൾക്ക് പോലും അവൾ നല്ല നിലയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. പഠനം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പഠിക്കുന്നുള്ളൂ. പരീക്ഷയും അതുതന്നെയാണ്. പക്ഷെ കുഞ്ഞിന് കിട്ടുന്ന മാർക്കിനകത്ത് വ്യത്യാസം. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അനുഗ്രഹം. ഗുണകരമാം വിധം നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന യേശുവിൻ്റെ രക്തം നമ്മുടെ തലമേൽ അനുഗ്രഹമായി വന്നാൽ, നമുക്ക് വേണ്ടി അനുകൂലമാം വിധം യേശുവിൻ്റെ രക്തത്തിൻ്റെ സ്വരം ഉയർന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എത്ര സ്ഥാപനങ്ങളിലെ ബിസിനസ്സിനെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ടെന്നറിയാവോ? എത്ര മുടങ്ങിക്കിടന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം സൃഷ്ടിക്കാൻ. ട്രിവാൻഡ്രത്ത്, തമിഴ്നാടിൻ്റെയും ട്രിവാൻഡ്രത്തിൻ്റെയും ബോർഡറിൽ വരുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, ബിസിനസ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിട്ട് പരാജയപ്പെട്ടു. ആശുപത്രി, അവിടെ രോഗികൾ വന്നാലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ രോഗികൾ പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കണ്ടേ? അല്ലാതെ അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ദേവദാസനെ, എൻ്റെ വരുമാന മാർഗ്ഗം ഇതാണ്, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് രോഗികൾ വന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥാപനത്തിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ താഴ്ന്നു കിടക്കുന്ന ആ ശോചനീയാവസ്ഥയിൽ നിന്ന് അതങ്ങ് ഉയരാൻ തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ നാട്ടിൽ അതിനൊരു പേരും പെരുമയും ഉണ്ടായി. ദൈവത്തിൻ്റെ കൃപയാൽ പല മേഖലകളിൽ മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരെ പിടിച്ചുയർത്തുവാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ തിരുരക്തം ഒരു വാക്കാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നമുക്ക് അനുകൂലമാം വിധമുള്ള സ്വരമാണ്, നമുക്ക് ഗുണം പിടിപ്പിക്കുന്ന ശബ്ദമാണ് അവിടുന്ന് വരുന്നത്. നമുക്ക് അനുകൂലമാം വിധം യേശുവിൻ്റെ രക്തം പറയുന്നു. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമാം വിധം സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികിൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്വരം മൗനമാകുമ്പോഴും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഇനിയും വേണ്ടിയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യത്തിനകത്ത് തീരുമാനമാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. അവിടെയും കർത്താവിൻ്റെ സ്വരം നമുക്ക് വേണ്ടി സംസാരിക്കും. മുണ്ടക്കയത്തുനിന്ന് എൻ്റെ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്ന വിലാസിനി എന്ന് പറയുന്നൊരു അമ്മയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് പുറകിലാണ് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് പങ്കുചേർന്നത്. ഒരു വാടക വീട്ടിൽ നിന്നും മറ്റൊരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അഡ്വാൻസ് കൊടുക്കാൻ തുടങ്ങിയ പരിപാടിയിലേക്ക് കിടക്കും, സെക്യൂരിറ്റി എമൗണ്ട്. അങ്ങനെ കൊടുത്ത തുക തിരിച്ചു കിട്ടാത്തതിനാൽ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ എന്നോട് ആ സഹോദരി പറഞ്ഞത്, പാസ്റ്ററേ, എനിക്ക് ഈ പണം തിരിച്ചു തരാനുള്ള ആളൊരു അച്ഛനാണ്, എല്ലാവർക്കും പേടിയാണ് പുള്ളിയെ, പുള്ളിക്ക് മനസ്സ് വന്നാലേ പുള്ളി തരത്തുള്ളൂ, ഇല്ല ലോകത്ത് ഏത് വേന്ദ്രം നോക്കിയാലും നടക്കുകയില്ല, അത്ര ജഗജില്ലയാണ് പുള്ളി, ദൈവം പുള്ളിയോട് സംസാരിക്കാതെ കാര്യം നടക്കത്തില്ല. വലിയ തുകയാണെന്ന് വെച്ചാൽ 15,000 രൂപ ഇനി തിരിച്ചു കിട്ടാനുള്ളൂ, ബാക്കി തുക കിട്ടിയതാണ്. 35,000 കിട്ടി, 15 കൂടെ കിട്ടിയാലേ പുള്ളിക്കാരിക്ക് കാര്യം നടക്കുകയുള്ളൂ. പക്ഷെ അത് ഇയാൾ കൊടുക്കുകയില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ആ മനുഷ്യനോട് സംസാരിക്കണമേ. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് മുൻപ് ആ മനുഷ്യന് ആ പണം തിരികെ തരത്തക്ക വിധം എൻ്റെ രക്തം അവനോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, വിഷമിക്കേണ്ട ആൻറ്റി, നാളെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആൻറ്റി കാണും, കർത്താവിൻ്റെ തിരുരക്തം ആ മനുഷ്യനോട് ഇടപെടുമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ അവർക്ക് ആ പണം തിരിച്ചു കിട്ടി. നമ്മൾ നിശബ്ദമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, നമുക്ക് മിണ്ടാൻ പറ്റാത്ത മേഖലകളിൽ നമുക്ക് വേണ്ടി യേശുവിൻ്റെ രക്തം സംസാരിക്കും. ഭൗതിക ലോകത്ത് യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന് ബൃഹത്തായൊരു ആത്മീക അർത്ഥമുണ്ട് കേട്ടോ. കാൽവറിയിലെ രക്തം സംസാരിച്ചത് നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ശാപവിമോചനത്തിന് വേണ്ടിയാണ്, നരകത്തിൽ നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ കുറവുകളെ ക്ഷമിക്കുക എന്നുള്ള കാര്യമാണ്. ഹാബേലിൻ്റെ രക്തം കാൽവറിയിലല്ല, ഭൂമിയിൽ കിടന്ന് കരയുകയായിരുന്നു. എന്നാൽ ക്രൂശിലെ രക്തം കാൽവറിയിൽ ജയഘോഷമർപ്പിക്കുകയായിരുന്നു. അത് ജയത്തിൻ്റെ ഘോഷമർപ്പിച്ച് അത് ജയഭേരി മുഴക്കുകയായിരുന്നു. ഹാബേലിൻ്റെ രക്തം കൈനെ ശിക്ഷിക്കാനാണ് പറഞ്ഞത്. യേശുവിൻ്റെ രക്തം എന്നെ സംരക്ഷിക്കുക, എനിക്ക് രക്ഷ തരിക എന്നുള്ളതാണ് പറഞ്ഞത്. ഹാബേലിൻ്റെ രക്തം കൈന് വേണ്ടി എതിരായിട്ടാണ് സംസാരിച്ചത്, എന്നാൽ യേശുവിൻ്റെ രക്തം എനിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ആ സ്പിരിച്വൽ മീനിങ്ങും കൂടെ പറയാതിരിക്കുക നിർവാഹമില്ല. പക്ഷേ ഭൗതിക തലത്തിൽ കർത്താവിന് തിരുരക്തത്താൽ കഴുകപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആ രക്തം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുന്നത് കേവലം ആത്മീക തലത്തിൽ മാത്രമല്ല, അത് ഭൗതിക തലത്തിലും
നിങ്ങൾ നേരിടുന്ന ആത്മീക യുദ്ധത്തിൽ പൈശാചിക തലങ്ങളോടും കൂടിയാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ നീതിയെ യേശുവിൻ്റെ രക്തം തെളിയിക്കും. ഒരു സ്ഥാപനത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു മകൾ, വല്ലാതെ ഒറ്റപ്പെട്ടു പോയി, ചെയ്യാത്തൊരു കുറ്റം അവരുടെ മേൽ ചുമത്തപ്പെട്ടു. അബുദാബിയിലെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള കണ്ടീഷനിലായി. വല്ലാത്ത വേദനയോടും ഭാരത്തോടും കൂടെ ഹസ്ബൻഡ് സജുവും ഈ പ്രിയപ്പെട്ട മകളും കൂടെ എന്നെ പ്രാർത്ഥിക്കാനായി വിളിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ നീതിയെ മധ്യാഹ്നം പോലെ വെളിപ്പെടുത്തും. മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ നട്ടുച്ച സമയത്ത് എങ്ങനെയാണോ സൂര്യൻ്റെ പ്രതാപം അതുപോലെ വെളിപ്പെടും. യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി ദിവസങ്ങൾ നിന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപൊരു ദൈവപ്രവൃത്തി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. ആ ആഴ്ച തീരുന്നതിന് മുൻപ് ആ സ്ഥാപനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മകളുടെ പേരിൻ്റെ മേൽ ചുമത്തപ്പെട്ട കളങ്കത്തെ കഴുകുവാൻ കൃപ കാണിച്ചു. ഇവരല്ല തെറ്റുകാരി എന്നുള്ളതും മറ്റൊരാളായിരുന്നു എന്നുള്ളതും ഇവരുടെ മേൽ അത് പഴിചാരപ്പെടുകയായിരുന്നു. ഇവരെ ക്രൂശിച്ചുകൊണ്ട് ഇരയാക്കിക്കൊണ്ട് മറ്റൊരാൾ ഇവർക്ക് എതിരായി നിന്നുകൊണ്ട് തങ്ങളുടെ കള്ളത്തരങ്ങൾ ഈ മകളുടെ മേൽ കെട്ടിച്ചമച്ചിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. എന്നാൽ ആ പാകിസ്ഥാനിയെ സംബന്ധിച്ചിടത്തോളം അവർ കാട്ടിച്ചു കൂട്ടിയ ഈ കള്ളത്തരത്തിൽ നിന്നും ഈ പ്രിയപ്പെട്ട മകൾക്ക് ദൈവകൃപയാൽ സംരക്ഷണം ലഭിച്ചു. നമ്മുടെ ലൈഫിൽ നമുക്കെതിരായി നിൽക്കുന്ന നൂറുകണക്കിന് പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിൻ്റെ രക്തം നമുക്ക് അനുകൂലമാണ്. ഇനിയും ഞാൻ മുഖവരിയിൽ പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും നിങ്ങൾ തകരുന്നവരും എന്ത് പരിശ്രമിച്ചാലും തോറ്റുപോകുന്നവരുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നത് എങ്ങനെയാണ്? കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുമരണം എൻ്റെ പേർക്കായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷകൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്നുള്ളതായ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോലെ അത് വാഗൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയണം. ദൈവത്തിൻ്റെ ഏത് അനുഗ്രഹവും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് നമ്മുടെ നാക്ക് കൊണ്ട് പറയണം. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുകയില്ല. നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ബോധ്യം നിങ്ങൾ പറയണം. നിങ്ങൾ പറയാതെ മല മാറില്ല. നിങ്ങൾ പറയാതെ പിശാച് പോകില്ല. നിങ്ങൾ പറയാതെ സൗഖ്യമാകത്തില്ല. നിങ്ങൾ പറയാതെ അനുഗ്രഹിക്കപ്പെടുകയില്ല. നാക്ക് ദൈവം തന്നിരിക്കുന്നത്, സംസാരിക്കാനുള്ള ശേഷി ദൈവം നമുക്ക് നൽകി നമ്മളെ ഒരു മൃഗമോ മിണ്ടാപ്രാണിയോ അല്ലാതെ ഉച്ചാരണ ശേഷിയുള്ളൊരു മനുഷ്യനായി സൃഷ്ടിച്ചത് നമ്മുടെ ശബ്ദത്തിൻ്റെ മേൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സ്വരം ഉയർത്തണം. അടങ്ങിയിരിക്കരുത്. നിൻ്റെ ശബ്ദം കാഹളനാദം പോലെ ഉയർത്തുക. അപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുന്ന ഈ ബോധ്യം ഏറ്റു പറഞ്ഞിട്ട് കർത്താവായ യേശുവിനെ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി, എൻ്റെ ആരാധനായ ദൈവമായി ഞാൻ പരിപൂർണ മനസ്സോടെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഒരു ദൈവ പൈതലായി നിങ്ങൾക്ക് തീരാൻ കഴിയും. അതോടുകൂടെ ഏറ്റു പറയണം, എൻ്റെ മാതാവിൽ നിന്ന്, എൻ്റെ പിതാവിൽ നിന്ന്, എൻ്റെ പൂർവികരിൽ നിന്ന്, എൻ്റെ ജീവിത വഴികളിൽ നിന്ന്, ഞാൻ അറിഞ്ഞു അറിയാതെയൊക്കെ ഇടപെട്ട പലവിധമായ ജീവിത മേഖലകളിൽ നിന്ന്, എന്നെ നശിപ്പിക്കത്തക്ക നിലയിൽ എൻ്റെ ജീവിത പ്രവർത്തികളുടെ പരിണിത ഫലമായി എന്നെ പിന്തുടരുന്ന എല്ലാ നാശത്തിൻ്റെ ശക്തികളെയും ശാപത്തിൻ്റെ വാക്കുകളെയും ക്രൂശിൽ മരത്തിൽ തൂങ്ങപ്പെട്ടവനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിന്മേൽ ജയമെടുക്കുന്നു. തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടവനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേലുള്ള സകല ശാപങ്ങളുടെ മേലും ഞാൻ ജയം പ്രാപിക്കുന്നു. ഈ കാര്യം പറഞ്ഞ ശാപത്തിൻ്റെ വേരിനെ പൊട്ടിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരു തവണ ഏറ്റു പറഞ്ഞു എന്നതിനാൽ അത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സംഭവിക്കും. ചില കേസുകളിൽ ചിലർ ഗൂഢമായ പ്രാർത്ഥനകളിലേക്ക്, തീവ്രമായ പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പലവിധ ഏടുകളുടെ രഹസ്യങ്ങൾ അഴിയുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണുന്ന ആ മാത്രയിൽ ചില സൈറ്റാനിക് കവനൻറ്റുകൾ പലരുടെ ലൈഫിൽ ഉള്ളതായിട്ട് എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. സാത്താന്യ ഉടമ്പടികൾ. ആ ഉടമ്പടികൾ റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില കറുത്ത ബലിപീഠങ്ങളെ ഇടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ആത്മാവിൽ ശക്തിയുള്ളവയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനാൽ ഇടിക്കേണ്ട ചില കോട്ടകളുണ്ട്, തകർക്കേണ്ട ചില കറുത്ത ബലിപീഠങ്ങളുണ്ട്. അത് തകർത്താൽ മാത്രമേ ചില മനുഷ്യരുടെ ജീവിതം സ്വതന്ത്രമാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഭൂതോച്ചാടനവുമൊക്കെയായി ബന്ധപ്പെട്ട് പൈശാചിക ബന്ധനങ്ങളിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ വിമോചന ശുശ്രൂഷയിലാണ് നമ്മുടെ മിനിസ്ട്രി ഏറ്റവും കൂടുതൽ ദൈവകൃപയാൽ സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട രോഗങ്ങളും പ്രശ്നങ്ങളും ഒഴിയാബാധകളുമൊക്കെയായി ശപിക്കപ്പെട്ട് മുടിഞ്ഞുപോയ ഒരുപാട് മനുഷ്യർ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളെ, അവരുടെ ഫയലുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വെളിപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് പറയാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ
പൂർണ്ണമായ വിഷയങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ അതിനുമേൽ ഇടിയാനുള്ള ചില ബലിപീഠങ്ങളുണ്ട്. അതിനെ പൊട്ടിക്കണം, അതിനെ തകർക്കണം. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ബോധ്യത്തിനൊത്തവിധം നിങ്ങൾ മുന്നോട്ട് പോകണം. അവിടെ വലിയ ജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. സാത്താൻ്റെ ദയനീയമായ പരാജയവും നിലവിളിയും നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അവൻ്റെ ഏറ്റവും തീവ്രമായ അട്ടഹാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചേതനയറ്റ് വീഴുന്ന കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നു. ഓരോ ദൈവ പൈതലിൻ്റെ മുമ്പിലും ഒരു യെരിഹോ മതിലുണ്ട്. ഓരോ ദൈവ പൈതലിൻ്റെ മുമ്പിലും ഒരു ചെങ്കടലുണ്ട്. ഓരോ ദൈവ പൈതലിൻ്റെ മുമ്പിൽ അവർ തകർക്കേണ്ട ചില ഫറവോനിയ സ്വാധീനങ്ങളുണ്ട്. ഇതിനെ തച്ചുടയ്ക്കുവാൻ ഇസ്രായേലിന് വേണ്ടി വെളിപ്പെട്ടത് ഒരു പെസഹ കുഞ്ഞാടിൻ്റെ രക്തമാണെങ്കിൽ നമുക്ക് വേണ്ടി ഈ തലമുറയിൽ ഒഴുകുന്നത് യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. ആ തിരുരക്തവുമായി ബന്ധപ്പെട്ടവന് തൻ്റെ കുടുംബത്തിന് വീടിന് സംരക്ഷണമുണ്ടാകും. അവൻ്റെ യാത്രയുടെ മുമ്പിലെ പ്രതിസന്ധികൾ വകഞ്ഞു മാറ്റപ്പെടും. അവനെ പിന്തുടരുന്ന ദുഷ്ടസ്വാധീനങ്ങൾ അവൻ്റെ കൺമുമ്പിൽ തകരുന്ന കാഴ്ച അവൻ കാണും. നിങ്ങളുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരെ തല ഉയർത്തി നിൽക്കുന്ന പലതും താണു പോകുന്നൊരു കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. അതിശക്തമായ വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. ഈ നിമിഷം ഞാൻ കൂടി പ്രാർത്ഥിക്കാം. ഈ ദൂതിൻ്റെ അടുത്ത ഭാഗം എനിക്ക് നിങ്ങളോട് പറയണം. ഞാൻ മറ്റൊരു അവസരത്തിൽ വരുന്ന എപ്പിസോഡിൽ ഞാനത് പങ്കുവെക്കാം. ഞങ്ങളുടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള മഹത്വമേറിയ നാമത്തിൽ ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ ബലമേറിയ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഇവരുടെ ജീവിതത്തിന് മേൽ അസൈൻ ചെയ്ത് വിട്ടിരിക്കുന്ന സ്പിരിറ്റുകൾ ഇന്നത്തോടെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ചില ഇരുട്ടിൻ്റെ പീഠങ്ങൾ ഉടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബലമുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ നാമത്തിൽ, നസ്രനാം ക്രിസ്തുയേശു എന്ന ജീവസുറ്റ നാമത്തിൽ ഇവരുടെ ലൈഫിന് ഇപ്പോൾ ഞാൻ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. ബലവും ഉയർച്ചയും കൽപ്പിക്കുന്നു. നന്മയും അഭിവൃദ്ധിയും കൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനും ശപിക്കപ്പെട്ടവൻ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശ് എന്ന മരത്തിൽ തൂങ്ങപ്പെട്ടതിനാൽ, ഞങ്ങളുടെ ശാപങ്ങളെ ഏറ്റെടുത്തതിനാൽ ഞങ്ങൾക്കുള്ള അഭിവൃദ്ധിയും അനുഗ്രഹവും ഈ നിമിഷം അത് ഓപ്പൺ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും ദൈവം നിറയ്ക്കും. ക്രിസ്തയേശുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച കോട്ടയത്ത് നാഗമ്പുഴത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. പലരും ഇതിനിടയിൽ അവിടെ എന്നും പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഞായറാഴ്ചയാണ് കോട്ടയത്തെ ആരാധന, മറക്കരുത്, ഞായറാഴ്ച. സോ നിങ്ങൾ അവിടേക്ക് കടന്നു വരിക. കർത്താവിൻ്റെ ധാരാളമായ സമൃദ്ധമായ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ നമ്മുടെ ആത്മീക ആരാധന ആരംഭിക്കും. 9 തൊട്ട് പിള്ളേരുടെ ഒരു വർഷിപ്പുണ്ട്. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സെഗ്മെൻ്റാണ്. നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 9 മണിക്ക് തന്നെ ചർച്ചിൽ വരണം. 9 മണിക്ക് വന്നിട്ട് അവിടെ നടക്കുന്ന ആ ഒരു സ്പിരിച്വൽ താങ്ക്സ് പ്രേയറിൽ ആ ഒരു അനോയിൻറ്റിങ് സെക്ഷനിൽ ജോയിൻ ചെയ്തിട്ട് വേണം പങ്കുചേരാൻ. ആരാധന തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയും ആരാധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതൽ വിടുതൽ ശുശ്രൂഷയുമാണ് നടക്കുന്നത്. ഇത് പ്രത്യേകം മറന്നു പോകരുത്. രാവിലെ 9 മണി മുതൽ അഭിഷേക ശുശ്രൂഷകളാണ്. ആത്മപകർച്ചകൾ, കൃപാവര പകർച്ചകൾ, അന്യഭാഷ, പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല, ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള സമയമാണ്. ആത്മീകമായി റിവൈവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം രാവിലെ 9 മണിക്ക് തന്നെ എത്തണം. ഇതിന് ശേഷം നമ്മളുടെ സൺഡേ വർഷിപ്പിന് ശേഷം 12 o'clock മുതലാണ് ഡെലിവറൻസ് സെക്ഷൻ, ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ആൻഡ് പ്രോഫറ്റിക്കൽ സെക്ഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വിടുതൽ, രോഗശാന്തി അങ്ങനെയുള്ളതായ കാര്യാദികൾക്ക് വേണ്ടി ആഗ്രഹിച്ചു വരുന്നവർക്ക് 12 മണി മുതലുള്ളതായ സെക്ഷനിലാണ് പങ്കുചേരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതലുകളെയും അത്ഭുതങ്ങളെയും ചെയ്യുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഇടമാണ് കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച്. ഒരുപാട് പേർ ഇതിനോടകം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വരികയും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി വിടുതലും സൗഖ്യവും സന്തോഷവും പ്രാപിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യതകൾ വളരെ വലുതാണ്. ചിലർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ അവിടെ നടക്കുന്ന ദൈവപ്രവർത്തികളുടെ വീഡിയോ ക്ലിപ്പുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ പുറത്തു വിടാറില്ല. കാരണം അത് ഒരുപക്ഷെ മറ്റൊരാൾ കാണുന്നതിൽ കേൾക്കുന്നതിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണമെന്നില്ല. ആരാധന ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട്.
അതിനുശേഷമുള്ളതായ ഈ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ കാര്യാദികളൊന്നും തന്നെ വിടാറില്ല. എന്നാൽ ചില മനുഷ്യർ അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങൾ എനിക്ക് ലോകത്തോടൊന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു വരാറുണ്ട്. അവരുടെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളതിന് സംപ്രേഷണം ചെയ്യാൻ മുതിരാറുള്ളൂ. ഓരോ വ്യക്തിയുടെ സ്വകാര്യതയും നിലനിൽപ്പിനെയും മാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശുശ്രൂഷയാണിത്. നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ സഭയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.